രാജ്യത്ത് GST പരിഷ്കരണം വന്നിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാകുമ്പോഴും ഒരു വിഭാഗം മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ GST പരിഷ്കരണത്തിന്റെ ഭാഗമായി ലോട്ടറി കമ്മീഷനിൽ വരുത്തിയ മാറ്റമാണ് ഈ സാധാരണ ലോട്ടറി വിതരണക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കമ്മീഷൻ ഇനത്തിലുണ്ടായ കുറവും സമ്മാനം കുറച്ചതും തൊഴിൽ മേഖലയെ തന്നെ തകർക്കുന്നുവെന്നാണ് ലോട്ടറി തൊഴിലാളികളുടെ പരാതി. ലക്ഷങ്ങൾ മുതൽ കോടികളുടെ വരെ ഭാഗ്യം കൊണ്ടുവരുന്നവരാണ് ലോട്ടറി തൊഴിലാളികൾ. പക്ഷെ ആ ഭാഗ്യം കൊണ്ടുവരുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ലോട്ടറി വിൽപ്പന തൊഴിലായി സ്വീകരിച്ചവർക്ക് ഇത് കണ്ണീർ കാലമാണ്. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിച്ചുരുക്കിയത് അക്ഷരാർത്ഥത്തിൽ വയറ്റത്തടിയായി. നിവൃത്തിയോട് വിൽക്കാൻ പറ്റുന്നത് വീണ് കൈകാനൊക്കെ ഓടുന്നത്. അപ്പൊ ഈ വയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ഈ വരുന്നത്. പണിക്കാൻ പറ്റുന്നില്ല, അത് കാരണം. അല്ലെങ്കിൽ ഇപ്പം ആരിക്കുന്നത് നമുക്ക് പണിക്ക് പോയില്ലേ, പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് പോയി ആനുകൂല്യം കിട്ടണം. ഈ 50 രൂപ എന്നുള്ളത് 40 രൂപ ആക്കണം. GST 40% ഉയർത്തിയപ്പോൾ വലിയ നഷ്ടമാണ് ഇക്കൂട്ടർ നേരിടുന്നത്. അധിക ബാധ്യതയുടെ പാതിയും സംസ്ഥാന സർക്കാർ വഹിക്കുന്നുണ്ട്. സമ്മാനം കുറച്ചും അഡ്ജസ്റ്റ്മെന്റ്. കടബാധ്യതയിലെ ബാക്കി കണ്ടെത്തിയത് ഏജൻസി കമ്മീഷനിലും ഏജന്റുമാർക്ക് ലഭിക്കുന്ന സമ്മാന കമ്മീഷനിലും കുറവ് വരുത്തിയാണ്. ചെറുകിട ഏജന്റുമാർക്ക് 50 രൂപ ടിക്കറ്റിന് 7 രൂപ 35 പൈസയായിരുന്നു ഇതുവരെ കിട്ടിയിരുന്നത്. GST വർധനയോടെ ഇത് 6 രൂപ 35 പൈസയായി. ശാരീരിക വൈകല്യമുള്ളവരും രോഗികളും സ്ത്രീകളും പ്രതിദിനം 100 ടിക്കറ്റെങ്കിലും വിൽക്കുന്നവരാണ്. ഇവർക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം 100 രൂപ കുറഞ്ഞു. കടക്കാർക്ക് കമ്മീഷനൊരു കുറവില്ല. അതുപോലെ തന്നെ സർക്കാരിന് കിട്ടുന്ന കമ്മീഷനും അവരുടെ ഇതിനൊരു കുറവില്ല. വലിയ വലിയ ഏജൻസികൾക്ക് കിട്ടുന്ന കമ്മീഷനൊരു കുറവില്ല. ഞങ്ങളെ പോലെ ഈ 10-30 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്കാരെ കയ്യിൽ ടിക്കറ്റിന്റെ കമ്മീഷൻ കുറച്ചു. സാധാരണക്കാരന് ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. അതിനൊരു പരിഹാരം സർക്കാർ കാണണം. സമ്മാനമടിക്കുമ്പോൾ കിട്ടുന്ന തുകയിലും കുറവ് വന്നിട്ടുണ്ട്. 5000 രൂപ സമ്മാനമടിച്ചാൽ ഏജന്റിന് കിട്ടിയിരുന്നത് 570 രൂപയായിരുന്നു. ഇത് 450 രൂപയായി. 2000 രൂപയ്ക്ക് 240 രൂപ കിട്ടിയിരുന്നത് 180 രൂപയും 1000 രൂപയ്ക്ക് 120 രൂപയും കിട്ടിയിരുന്നിടത്ത് 90 രൂപയുമായി. 500 രൂപയുടെ സമ്മാന കമ്മീഷനിൽ 15 രൂപയും 200 രൂപയുടേതിൽ 6 രൂപയും 100 രൂപയുടേതിൽ 5 രൂപയും കുറഞ്ഞു. പണ്ട് ഞങ്ങൾക്കൊരു 7 രൂപ കമ്മീഷൻ കിട്ടിയിരുന്നതാ, ഒരു 5000 അടിച്ചാൽ. ഇപ്പോൾ വന്നിട്ട് അത് 5400 രൂപ നമ്മുടെ കയ്യിൽ കിട്ടാം. നമുക്കിപ്പോൾ ഈ ആകെ വിൽക്കുന്നത് ഈ 60 ടിക്കറ്റാണ് വിൽക്കുന്നത്. ഈ 60 ടിക്കറ്റ് ഈ വടിയും കുത്തി പിടിച്ച് കണ്ടാലും ബാക്കി ചിലപ്പോൾ 10-20 ബാക്കി വന്നാൽ നമ്മുടെ കയ്യിൽ വിട്ടു പോകും. ലോട്ടറി എടുക്കുന്നവർക്കും പരിഷ്കരണം തിരിച്ചടി തന്നെ. 5000 രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 19 ആക്കി. 1000 രൂപയുടേത് 30-ൽ നിന്ന് 25 ആക്കി. സമ്മാനത്തിൽ കുറവ് വരുത്തിയത് വിൽപ്പനയെയും ബാധിച്ചതായി തൊഴിലാളികൾ പറയുന്നു. അരവയർ നിറയ്ക്കാൻ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കമ്മീഷൻ അടക്കം വെട്ടിക്കുറച്ച നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഈ തൊഴിൽ മേഖല തന്നെ തകരുന്ന സ്ഥിതിയാണ്. ക്യാമറമാൻ സന്ദീപ് കോലഴിക്കൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. സാധാരണഗതിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന കമ്മീഷൻ തുക, അതിൽ നിന്ന് 100 രൂപയുടെ കുറവ് ദിവസേന ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, പ്രത്യേകിച്ചും കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയ ആളുകൾക്ക് ഇനി അതങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് ഈ മേഖലയിലെ എല്ലാ തൊഴിലാളികളും ഒന്നടങ്കം പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. 40 രൂപ എന്ന ടിക്കറ്റ് 50 രൂപയ്ക്കിപ്പോൾ അത് ഗവൺമെൻറ് നഷ്ടം മാത്രമാണ് 50 രൂപയ്ക്ക് ആക്കിയെന്ന് പറയുന്നത്. ഇനിയും അത് കൂടാണ്ട് ഇപ്പോൾ GST 12% കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 40% ആക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ പ്രൈസ് ഇല്ല ആൾക്കാർക്ക്. കമ്മീഷൻ കുറച്ചു, ടിക്കറ്റിൻ്റെ കമ്മീഷൻ മേടിക്കുന്നത് കുറച്ചു. പ്രൈസ് ഇല്ല ആൾക്കാർക്ക്. പ്രൈസ് കിട്ടാണ്ട് ആൾക്കാർ ഇത് എടുക്കുമോ? ടിക്കറ്റ് ഇങ്ങനെ ബാക്കി വരും, എന്നും ബാക്കി വരും ടിക്കറ്റ്. എപ്പോൾ ടിക്കറ്റിന് വില കൂടിയാലും എപ്പോൾ GST കൂടിയാലും എന്ത് കൂടിയാലും ഇതൊക്കെ വെക്കുന്നത് പാവപ്പെട്ട ലോട്ടറി നെരിങ്ങി കച്ചവടം ചെയ്യുന്ന ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഞാൻ ഒരു ചെറിയ കടയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പോലും ഇത് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ വലിയ ലോട്ടറി കടകളിൽ നിന്ന് സ്റ്റോക്കിസ്റ്റുകളുടെ ഇന്ന് വാങ്ങുന്നു. ഇതൊക്കെ എടുത്ത് വിറ്റാലും ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാരെ നിന്ന് ഞാനും വാങ്ങുന്നത്. ഇതിനൊരു വശതി ഉണ്ടായിരിക്കണം. ഇതെടുത്ത് ബൾക്കായി വിൽക്കുന്നവർക്ക് നഷ്ടപ്പെടണം. അല്ലാതെ നടന്ന് കച്ചവടക്കാർക്കോ
ചെറുകിട കച്ചവടക്കാർക്കും നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.